യാത്രകൾ ചെയ്യാൻ ഓരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നമ്മുടെ റാം 1500 ടങ്സ്റ്റൺ മേടിച്ചിട്ട് ആ ട്രക്കിലുള്ള ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ ആ ഒരു റീസണും കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് വെരി സ്പെഷ്യലാണ്. അങ്ങനെ നമ്മൾ മോണ്ടോക്ക് പോയിന്റ് ലൈറ്റ് ഹൗസിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് ചെറിയൊരു ഹൈക്ക് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഹൈക്ക് ട്രെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് വേണമെങ്കിൽ ഹൈക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു ബീച്ച് സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ. അതായത് ആ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 2 to 3 hours ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അതുതന്നെയല്ല, ഇറ്റ്സ് എഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സീസൺ അനുസരിച്ചിരിക്കും. സമ്മർ ടൈമാണ് ഇവിടെ എപ്പോഴും പീക്കായിട്ടുള്ളത്. ഇപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. വെള്ളത്തിൽ ഇറങ്ങാനോ കളിക്കാനോ ഒന്നും ഇവിടെ പറ്റില്ല കേട്ടോ. കാരണം ഇവിടുത്തെ വേവ് ഇത്തിരി സ്ട്രോങ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിറച്ചും കല്ലുകളാണുള്ളത്. അപ്പം നടക്കുമ്പം നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ വീണ് നമ്മുടെ പല്ലൊന്നും ഉണ്ടാവില്ല തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ സ്പോട്ട് ഉണ്ട് കേട്ടോ, ഒരു ഹില്ല് പോലെ. അവിടെ ഇങ്ങനെ വലിയ വലിയ കല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ ഒരു ഹിൽ ഏരിയ. ഇതിനു മുന്നേ ഇത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്തൊന്നും. ഇപ്പം ഈ ഒരു വട്ടം വന്നപ്പോഴാണ് ഈ ഒരു കല്ല് വെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇച്ചിരി പേടി തോന്നും നമുക്ക് ഇതിൻ്റെ മേളിൽ നടക്കാനായിട്ട്. കാരണം ഇതിന് കെയർഫുൾ ആയിട്ട് നടന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നല്ല അധികം വലിയ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ സ്പേസ് ഉണ്ട്. അപ്പം സൂക്ഷിച്ചൊക്കെ നടക്കേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ഒരു കടലിൻ്റെ വ്യൂ ആസ്വദിക്കാം. No, Ryan. There's 2 boats come. One from there, one from here, one from there. What? He is faster. Let's go! That's a bird, Ryan. Actually, I think that's a seal. Got it. Just chilling out. Water. Look at this. There is couple of them, Robin. Look. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കോംപ്ലക്സ് ലൈഫൊന്നും കണ്ടക്ട് ചെയ്യുന്ന ഒരാളല്ല. സിമ്പിളായിട്ട് ജീവിക്കുക, ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, മുന്നേ വരുന്നതൊക്കെ അപ്പം കാണാം, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ കാം ചെയ്യാനും ഇങ്ങനത്തെ നേച്ചറിന് ഒത്തിരി കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു തെറാപ്പീസിനും അതിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡ്രൈവുകളും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നമ്മളെ കൂടുതൽ റീഫ്രഷ് ചെയ്യുകയും പോസിറ്റീവായിട്ട് ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്ഫുൾ ആകുകയും ചെയ്യുമെന്ന് തോന്നുന്നു. ഇതൊരു ഫാമിലി ആണെങ്കിലും അതല്ല സിംഗിളായിട്ട് ജീവിക്കുന്നവരാണെങ്കിലും ഒക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു യാത്രയുടെ പോർഷനിലേക്ക് വരാം. ഇതെന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേവ്സ് എല്ലാം ഹൈ വേവ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി അധികം റോക്സും ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബീച്ച് ആയിട്ടുള്ള ഒരു സൈഡായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഈ ലൈറ്റ് ഹൗസ് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ പോകുന്നത് സൺസെറ്റ് കാണാനാണ് കേട്ടോ. സൺസെറ്റ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് ബീച്ചാണ്. അവിടെ വെരി കാമായിട്ടുള്ള ഒരു ബീച്ച് സൈഡാണ് കേട്ടോ അതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഡിന്നർ, പിന്നെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആയിട്ട് ഇനിയുള്ള ഒരു 2 ആഴ്ച പോകാനുള്ള സകല പവറും സംഭരിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു ദിവസം അവസാനിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തരേണ്ടുന്ന മെസ്സേജ് ഞാൻ തന്നു കഴിഞ്ഞു. പക്ഷേ
ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൺസെറ്റ് ആണ്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ അങ്ങോട്ട് പ്രോപ്പറായിട്ട് സൺസെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഒപ്പിക്കൽ വീഡിയോ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡിന്നർ പ്ലേസിനാണ്. ആ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്തേട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവരുടെ ഒരു കളർ കോമ്പിനേഷനും എല്ലാം. എനിക്ക് ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഫുഡും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തത് ഓയിസ്റ്ററും പിന്നെ ബീഫ് ടാറ്റാർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് അതായത് റോ ബീഫിൻ്റെ ഒരു ഡിഷുമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ ബീഫ് സ്റ്റേക്ക്, കാലമാരി ഫ്രൈഡ് ആൻഡ് പിന്നെ റൈനക്ക് പാസ്ത അതൊക്കെയാണ്. പിന്നെ സ്മാഷ് പൊട്ടാറ്റോ സൈഡ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഡിന്നറിന് കഴിച്ചത്. പിന്നെ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് റോബിൻ്റെ എന്ത് ഡ്രിങ്കാണെന്ന് എനിക്കറിയില്ല, എൻ്റെ മൊഹിത്തോ ആണ്. അങ്ങനെ ധൈര്യം സംഭരിച്ച് നമ്മുടെ ഫസ്റ്റ് ടൈം ഓയിസ്റ്റർ ട്രൈ ചെയ്യാൻ വന്നിരിക്കണം. ഇത് എനിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം വലുതായിട്ടൊന്നും ഫീലൊന്നും ചെയ്തില്ല കേട്ടോ. മീറ്റിൻ്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റും എനിക്ക് ഫീൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കുറച്ച് ലെമണും ടൊബാക്കോ സോസും പിന്നെ റാഡിഷും എല്ലാം കൂടെ ഒഴിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു പിക്കിള് കഴിക്കുന്ന ഫീലേ ഉണ്ടായുള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.